ഇന്ന് പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ പ്രതിനിധി MG പ്രതീഷ് തിരുനെൽവേലിയിലുണ്ട്. തമിഴ്നാടിൻ്റെ തെക്കൻ കേരളത്തിൽ വലിയ ദുരിതപ്പെയ്ത്തായിരുന്നു. ഇപ്പോഴും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. നിരവധി വീടുകൾ തകർന്നുപോയി, റോഡുകൾ ഒലിച്ചുപോയി. ഇത്രയധികം ഒരു വെള്ളപ്പൊക്കം ഈ അടുത്ത കാലത്തൊന്നും തമിഴ്നാട് സാക്ഷ്യം വഹിച്ചിട്ടില്ല. തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാതയിൽ താമരപരണി നദി ഇപ്പോഴും കരകവിഞ്ഞതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത് എന്ന് പറയുന്നു. പല വീടുകളിലേക്കും വെള്ളം ഇരച്ചു ചെല്ലാൻ ഇത് കാരണമായി. ദുരിതപ്പെയ്ത്തിൽ തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകൾ ഇപ്പോഴും ജില്ലകൾ നടുങ്ങി നിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്തത്. നിർത്താതെ പെയ്ത പ്രളയമഴയിൽ തെക്കൻ തമിഴ്നാട്ടിൽ ദുരിതത്തിലായത് 10,000-കണക്കിന് പേരാണ്. ഡാമുകൾ തുറന്നതും റെക്കോർഡ് മഴയും പ്രളയ തീവ്രത ഇരട്ടിയാക്കി. പല മേഖലകളിലും ഇപ്പോഴും നിരവധി പേർ ദുരിതം പേറുകയാണ്. (1992) ശേഷം തെക്കൻ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ പ്രളയം ജനജീവിതത്തെ ആകെ ബാധിച്ചു. ദുരിതപ്പെയ്ത്ത് അവസാനിച്ചെങ്കിലും നഗര ഗ്രാമ മേഖലകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. சாப்பாடு கூட வழி இல்லாமல் இப்போ சாப்பிடவும் இல்லை. காலையிலேருந்து இருக்கும். இப்போ உள்ளே இருக்கிறத எடுத்தாலுமே நமக்கு அது நல்லாவே இருக்காது. நமக்கு உபயோகிக்க முடியாது. தூர தான் போடணும். துணிமணி கூட இல்லை. அவ்வளோ துணிமணி போயிட்டு துணிமணி கூட கிடையாது. உடுத்த துணி கூட கிடையாது. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിന് സമീപം രാവിലെ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ മഴക്കെടുതിയിൽ മരണം 4ആയി. 20ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നു. പാലങ്ങളും റോഡുകളും ഒലിച്ചു പോയതോടെ മിക്ക ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടു. ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറാൻ ആഴ്ചകളെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതിനിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരന്ത മേഖലകൾ സന്ദർശിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രളയക്കെടുതിയിൽ ദുരിതം പേറുകയാണ് തെക്കൻ തമിഴ്നാട്. കെട്ടിയുണ്ടാക്കിയതെല്ലാം പ്രളയത്തിൽ ഒലിച്ചുപോയി. ഉച്ചവരെയും നഷ്ടപ്പെട്ടു. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. സഹായം കേഴുകയാണ് ഓരോരുത്തരും. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം MG പ്രതീഷ്, 24. കൂടുതൽ സഹായം ലഭിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പ്രധാനമന്ത്രി കണ്ടു. ശരിക്കും ആഴ്ചകളുടെ ഇടവേളയിലാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ വീണ്ടും ഒരു പ്രളയഭീതി നേരിടുന്നത്. നേരത്തെ മിങ്ജാവ് ചുഴലിക്കാറ്റ് മുന്നോടിയായി ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായി. അവിടെ വലിയ ദുരിതപ്പെയ്ത്തായിരുന്നു. ഇത്തവണ തെക്കൻ ജില്ലകളായ കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ഇവിടെയാണ് ദുരിതം പെയ്തിറങ്ങിയത്. മഴ അല്പം മാറി നിൽക്കുന്നുവെങ്കിലും ജനങ്ങളുടെ ദുരിതം ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ ആരാഞ്ഞു. അവരിങ്ങനെയാണ് പറഞ്ഞത്. സങ്കടക്കടലിലാണ് തെക്കൻ ജില്ലയിലെ ജനങ്ങളിപ്പോൾ. நிறைய வீடு வடக்கத்திலாம் நிறைய இருக்கு. 10 வீடுக்கு மேலே சும்மா இது மாதிரியே நிறைய வீடு போயிட்டு, ஆடு மாடுகளும் போயிட்டு, கோழி எல்லாமே தண்ணியில் போயிட்டு. மொத்த கோழி ஆடு மாடு எல்லாமே வாயிலாத்தையும் கூட தண்ணியில் போயிட்டு எங்களால் காப்பாற்ற முடியலன்ட்டு இது என்று அரிச்சு கொண்டு போயிட்டு அவ்வளோத்தையும் நாங்களும் எவ்வளோ முயற்சி பண்ணி பார்த்தோம். ஊர் சடங்க பூரா போயிட்டு, சிலிண்டர் எல்லாமே தண்ணியில் போயிட்டு, 50 ஆடு தண்ணியில் போயிட்டு, வீடு வாச பூரா இடிஞ்சு தவிஞ்சு தண்ணியாக போயிட்டு, பாத்திரம் பூரா நேருங்க வெளியே போட்டிருக்கேன். உயிர் ஒன்று தான் தப்பிச்சிருக்க, பூரா போயிட்டு. അബ്ദുൽ താജ് യൂട്യൂബിൽ പറയുന്നു, പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി അത് താങ്കളോട് പറയുന്ന പോലെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ എന്നോടായിരിക്കും പറയുന്നത്, ഞാനത് മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ പൊതുജനം കഴുതകളല്ല, അവർ മിടുക്കുള്ളവരാണ് എന്ന് പറയുന്ന പരിപാടിയാണിത്. ഇപ്പോൾ നമുക്കൊരു സുഹൃത്ത് ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് റോയിയാണ് വിളിക്കുന്നത്. റോയി നമസ്കാരം, പറഞ്ഞോളൂ റോയി, എന്താ പറയാനുള്ളത് താങ്കൾക്ക്? സാറേ, എൻ്റെ പേര് CC റോയ് എന്നാണ്. ഞാൻ വയനാട്ടിലെ മുള്ളംകൊല്ലി പഞ്ചായത്ത് താമസിക്കുന്ന ഒരാളാണ്. ഓക്കെ, മനസ്സിലായി. സാറേ, ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഒരു കുഴി എടുത്തിട്ടിരിക്കുക. പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളും കുഴിയെടുത്തിട്ട് എത്ര കാലമായി? കുഴിയെടുത്തിട്ട് എത്ര കാലമായി? കുഴിയെടുത്തിട്ട് സാറേ കേൾക്കുന്നോ? ഞാൻ കേൾക്കുന്നു. കുഴിയെടുത്തിട്ട് എത്ര കാലമായി ഞാൻ ചോദിക്കായിരുന്നു. അത് ഒത്തിരി കാലമായി സാറേ. അത് 5 മാസമായ സ്ഥലങ്ങളുണ്ട്. അതിന് അവരോട് മെമ്പറൊക്കെ വിളിച്ച് നമ്മൾ പറയുമ്പോൾ അവർ പറഞ്ഞ്
ഇങ്ങനെ കുഴി എടുക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർ എവിടെയെങ്കിലും ഒരു 3-4 താങ്കൾക്ക് ശരിക്കും എന്താണ് പൊതുജനങ്ങളോട് അല്ലെങ്കിൽ അധികാരി വർഗത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചുരുക്കി പറഞ്ഞോളൂ സാറേ. അത് എത്രയും പെട്ടെന്ന് അത് എല്ലാ റോഡുകളിലും അവരെ കുഴി എടുത്തിട്ടിരിക്കുന്ന എല്ലായിടത്തും മിറ്റിലും ഉപയോഗിച്ചും ടാറിട്ട് പണ്ടത്തതുപോലെ തന്നെ റോഡാക്കണം. പല സ്ഥലങ്ങളിലും അപകടം ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ കുഴിഞ്ഞു പോകുന്നു. കുഞ്ഞുങ്ങളും ഒത്തിരി ആൾക്കാരൊക്കെ നടക്കുന്ന രാത്രി കാലങ്ങളിലൊക്കെ അപകടം ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ ഈ പ്രദേശം കടുകയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. റോയി പറഞ്ഞ കാര്യം മനസ്സിലായി. എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം വരട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. റോയി, വിളിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്കൾ ഇനിയും നമ്മളുമായി ബന്ധപ്പെടുക. 24 കണ്ടുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ താങ്കളെ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കും.